കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു പെട്ടെന്നുണ്ടെങ്കിൽ ദിൽഷാദ് മിസ്സായിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ദിൽഷാദ് തന്നെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഐ ക്വിറ്റ് എന്നുള്ള രീതിയിൽ. അതിന് ശേഷമാണ് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ. സോ ആ സമയത്തുണ്ടെങ്കിൽ പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ദിൽഷാദിനുണ്ടെങ്കിൽ മേഘാലയ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് മേഘാലയ ആശുപത്രി വെച്ചുണ്ടെങ്കിൽ ദിൽഷാദ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദിൽഷാദ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. താനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മേഘാലയയിലേക്ക് പോകുന്ന സമയത്തുണ്ടെങ്കിൽ പെട്ടെന്നൊരു ലാൻഡ് സ്ലൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തനിക്കൊരു പെർട്ടിക്കുലറുള്ളൊരു ഗ്രാമത്തിൽ എത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ ബോർഡറിൽ കൂടെ പോകുന്ന ഒരു കാടൊക്കെ ഉണ്ട്, അതിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടേയിരുന്നത്. 2-3 ദിവസം ഉണ്ടെങ്കിൽ താൻ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള ഓരോരോ വില്ലേജുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നലുള്ള ഒരു വില്ലേജിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു പെട്ടെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. താൻ കുറച്ച് സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാർ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ ബാലൻസ് കിട്ടാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴേക്ക് പോവുകയാണ് ചെയ്തത്. ആ പോയ ഫോഴ്സിലുണ്ടെങ്കിൽ താൻ തെറിച്ച് വീഴുന്ന സമയത്ത് തൻ്റെ ഹെൽമെറ്റിനുണ്ടെങ്കിൽ ക്ലിപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുഖം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു പാറയിൽ ചെന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ആ സമയങ്ങളിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതും കൂടെ ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഫാമിലിക്ക് ഭയങ്കര പ്രശ്നം കാര്യങ്ങളുമായി ഇത് കണക്ക് കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ഉറപ്പുണ്ടായിരുന്നത് ഇത് കണക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആൾക്കാർ തിരക്കി വരുമെന്നുള്ള രീതിയിൽ. പിന്നെ ആ സമയത്ത് താനോട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഐ ക്വിറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടതിനുള്ള കാരണം ദിൽഷാദ് പറയുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ തനിക്ക് കുറച്ച് നാൾ ഓഫ്ലൈനിലുണ്ടെങ്കിൽ സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വെളിയിൽ പോയി അല്ലെങ്കിൽ ഇതിലോട്ട് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ലെന്നായിരുന്നു ദിൽഷാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.